കേരളത്തിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയെന്ന പ്രസ്താവനയിൽ അമിത്ഷയ്ക്കെതിരെ കോൺഗ്രസിന്റെ അവകാശ ലംഘന നോട്ടീസ്. അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന പേരിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസുമായി കോൺഗ്രസ്. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കേരളത്തിന് കാലേക്കൂട്ടി നൽകിയില്ലെന്ന് അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭയെ ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജയറാം രമേശ് എംപിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭയെ ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജയറാം രമേശ് എംപിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ കേരളം അവഗണിച്ചെന്ന് അമിത്ഷാ ആരോപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയ വാദം പൊളിച്ചതോടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഒരു മന്ത്രിയോ അംഗമോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പദവിയുടെ ലംഘനവും സഭയെ അവഹേളിക്കുന്നതുമാണെന്ന് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അവകാശ ലംഘന നോട്ടീസിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഉരുൾപൊട്ടൽ സംബന്ധിച്ച് ജൂൺ 23-ന് 2 തവണ കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത്. 7 ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകിയിട്ടും ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നും ജനങ്ങളെ എന്തുകൊണ്ട് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയില്ല എന്ന് ചോദിച്ച അദ്ദേഹം മുന്നറിയിപ്പ് ലഭിച്ച ശേഷം കേരളം എന്തു ചെയ്തുവെന്നും ചോദിച്ചു. തന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം 9 അംഗ NDRF സംഘങ്ങളെ കേരളത്തിലേക്ക് 23 തന്നെ അയച്ചിരുന്നതിനാലും വിമാനമാർഗമാണ് സംഘം കേരളത്തിലെത്തിയതെന്നും ഷാ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ചോദ്യം ഉയർത്തിയതിനെ തുടർന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും പ്രശ്നമുണ്ടാകുമ്പോൾ അത് ആരുടെയെങ്കിലും പിടലിയിൽ വെച്ച് കെട്ടുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നു. വയനാട് ഉരുൾപൊട്ടലിൽ കേരളത്തെ വിമർശിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് 2 തവണ മുന്നറിയിപ്പ് നൽകിയെന്നും പക്ഷേ കേരള സർക്കാർ അത് ശ്രദ്ധിച്ചില്ല എന്നുമാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. നിലവിൽ അമിത്ഷയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസിൽ ഉയരുന്നത്.